ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാലയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരേപോലെ കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ക്യാപ്സിക്കത്തിനും വേണ്ടുന്ന ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും ഫ്രൈ ചെയ്യുന്നതിന് അധികം സമയം എടുക്കത്തില്ല കേട്ടോ, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ക്യാപ്സിക്കം ആയിട്ടുണ്ട്, നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഇനി നമ്മൾ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത്, ഒരു 10 എണ്ണം കാണും. അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് കുറച്ച് പെരുംജീരകവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇനി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി തക്കാളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഇനി നമ്മൾ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബേ ലീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് പട്ടയും പിന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലയായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി എടുക്കുന്നുണ്ട്, പിന്നെ ഗരം മസാലപ്പൊടിയുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ബദാമും ഉള്ളിയും ഒക്കെ ചേർത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി, അത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി നല്ല തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഗ്രേവി ആക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഈ ഗ്രേവിക്കകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ മതി, അധികം വേണ്ട. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തിളച്ചതിന് ശേഷം പഞ്ചസാര ചേർത്താൽ മതി. ഇപ്പം തന്നെ കറിയൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ക്യാപ്സിക്കം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പനീർ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പനീർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ. അത് കണ്ടല്ലോ, നല്ല ഫ്രഷ് പനീറാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി, പെട്ടെന്നത് റെഡിയായി കിട്ടും. ഈ കറി ആദ്യം കുറച്ച് ലൂസായിട്ടിരിക്കും അതിൻ്റെ ഗ്രേവി, പക്ഷേ ഒരു അരമണിക്കൂറിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. ഇത് കണ്ടല്ലോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്. ബൈ.